ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നാരായണം പത്മഭൂം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്യാനസ്മദ്ഗുരും സന്തതമാനതോസ്മി. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം സദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമതലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഓം പരമഗുരുഭ്യോ നമഃ. ഓം പരാപരഗുരുഭ്യോ നമഃ. ഓം ഗണാനാം ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആന ശൃണ്വന്നൂതിഭിः സീദസാദനം. വക്രതുണ്ഡമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ മഹാഗണാധിപതയേ നമഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർഗസ്ഥിതി പ്രളയഹേതുമചിന്യശക്തിം വിശ്വേശ്വരം വിജിത വിശ്വമനന്തമൂർത്തിം നിർമുക്തബന്ധനം അപാരസുഖാംബുരാശിം ശ്രീവല്ലഭം വിമലബോധഘനം നമാമി. ശ്രീമദ്ഭാഗവതാർത്ഥപുഷ്കലതനും ശ്രീവല്ലഭം ശ്രീഗുരും ശ്രീമത്പൂരുഷസൂക്തസൂചിതമഹാതത്വപ്രദീപംബരം ശ്രീമത്കമ്പുഗദാരി പങ്കജലസത്പാണിം സുരേശം ഹരിം ശ്രീമത്പാദസരോജസംസൃതമനാഹ വന്ദേഹമാനന്ദിത. ഓം ശ്രീവല്ലഭേശായ നമഃ. കല്യാണീം കലികാലദോഷശമനീം കാരുണ്യവാരാനിധിം കല്യാണാചലകാർമുകസ്യ ദയിതാം കാന്താരവിന്ദക്ഷണാം ലക്ഷ്മീകാന്തസഹോദരീം തന്നിതാം സർവാർത്ഥസിദ്ധിപ്രദാം നവ്യക്ഷേത്രനിവാസിനീം ഭഗവതീം വന്ദേ പരാമംബികാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. നമോ നമഃ ശ്രീ ഗുരുപാദകാഭ്യാം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. 42ാമത് ശ്രീമദ് ഭാഗവത മഹാസത്രവേദിയിൽ കഴിഞ്ഞ ഏതാണ്ട് 15-16 വർഷങ്ങളായിട്ട് തുടരുന്ന പതിവ് ഒരിക്കൽ കൂടി തുടരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ചിന്മയ ഗുരുനാഥൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം, സർവോപരി
സത്ര സമിതി അംഗങ്ങൾ, വിശിഷ്യ ശ്രീ നാരായണസ്വാമി, എല്ലാ സംഘാടകരെയും ശ്രോതാക്കളായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും, ഇവിടെ നമ്മെ അനുഗ്രഹിക്കുന്ന സർവമംഗള മാംഗല്യസ്വരൂപിയായ അമ്മയെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് മുക്തിസ്കന്ധത്തിലേക്ക് പ്രവേശിക്കാമെന്നർത്ഥം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അതാണെന്നർത്ഥം. സന്താനഗോപാലം എന്ന അതിമനോഹരമായ കഥയോടുകൂടി നവമസ്കന്ധം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അവിടെയാണ് ഉറപ്പിച്ച് ശ്രീ ശിവബ്രഹ്മർഷി നമ്മോട് പറഞ്ഞു തന്നു. എന്ത്? യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. നമ്മുടെ സപ്താഹവേദികളിലും ക്ലാസ്സുകളിലും ഒക്കെ നമ്മുടെ കുട്ടികളോട് ആവർത്തിച്ച് പറഞ്ഞ് കുറേ ആളുകളുടെയെങ്കിലും ഉള്ളിലേക്ക് കടന്ന ഒരു മന്ത്രഭാഗമാണ് കൃഷ്ണാനുകമ്പിതം. നമ്മുടെ പരിമിതമായ ഭാഗവത പരിചയത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ വേറെങ്ങും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. എങ്ങനെ? യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ഒരു ചെറിയ ഒരു നേട്ടം നമ്മുടെ പൗരുഷം കൊണ്ട്, പൗരുഷം മീൻസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മണി പവർ ആൻഡ് മസിൽ പവർ കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴുറപ്പിക്കണം. എന്ത്? കൃഷ്ണാനുകമ്പിതം. നമ്മുടെ കൂടെയുള്ള കുട്ടികൾ എന്ന് വിളിക്കുന്ന അമ്മമാരോടൊക്കെ പറയാറുണ്ട്, വീട്ടിലൊരു നല്ല ചായ ഇട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ പറയണം. എന്ത്? കൃഷ്ണാനുകമ്പിതം, ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി. പറഞ്ഞ് പഠിച്ചു നോക്കൂ. ഇന്ന് വൈകിട്ട് മുതൽ ശ്രമിച്ചു നോക്കൂ, എന്ന് വീട്ടിൽ പറഞ്ഞു നോക്കൂ. എന്തെങ്കിലുമൊക്കെ നന്നായി പറയുമ്പോൾ കൃഷ്ണാനുകമ്പിതം. ഇത് നിരന്തരം ഒരു മന്ത്രം പോലെ, സാധന പോലെ നമുക്ക് ജപിക്കാൻ കഴിയട്ടെ. എന്ത് പറയുമ്പോഴും സന്താനഗോപാലം എന്ന ആ കഥാഭാഗത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുക്തിസ്കന്ധമായ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കാം. നല്ല ചിന്തകൾ ഉള്ളിലുണ്ടാവാനും അവ നല്ല വാക്കുകളായി പുറത്തേക്ക് വരാനും സർവാന്തര്യാമിയായ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. വാഗ്ദേവതയായ സരസ്വതി ദേവി അനുഗ്രഹിക്കട്ടെ. 40-ലധികം വർഷങ്ങളായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചിന്മയ ഗുരുനാഥൻ്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവോപരി ശ്രോതാക്കളായിരിക്കുന്ന സജ്ജനങ്ങളുടെ സത്ശ്രദ്ധയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ ഒരു മന്ത്രസദൃശമായ ഭാഗത്തോടെ ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതാഖ്യോയം ബാക്കി എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞെന്ന് വിചാരിക്കട്ടെ. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പഠിച്ചിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് പഠിക്കൂ. സത്യത്തിന് പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉഴുന്നുവടയും ബജ്ജിയൊക്കെ കിട്ടിയെന്ന് മാത്രം പറയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നർത്ഥം. ബാഗിലില്ലാതെ കൊണ്ടുപോകാവുന്ന ചില സാധനങ്ങളുണ്ട് സത്രവേദിയിൽ, അതിലൊന്നാണിത് എന്നർത്ഥം. എന്താ പറഞ്ഞത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. വലിയ വിശദീകരണമൊന്നും അതിന് ആവശ്യമില്ലാതെ തന്നെ വിചാരിക്കട്ടെ എന്നർത്ഥം. ശ്രീമദ് ഭാഗവതം എന്ന് പറയപ്പെടുന്ന ഇത് എന്താണ്? ഇതൊരു ഗ്രന്ഥമല്ല, പിന്നെന്താണ്? പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പ്രത്യക്ഷമായ, നമുക്ക് അനുഭവവേദ്യമായ കൃഷ്ണസ്വരൂപമാണ്. അല്ലാതെ ഒരു കൃഷ്ണനെ നമുക്ക് അനുഭവിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ ഇത് നമുക്ക് അനുഭവിക്കാം. ഭാഗവതത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കാണിത്. ഭാഗവതം എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ആചാര്യൻ? സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. എപ്പോഴും 24/7. അയ്യോ, അതൊക്കെ സാധ്യമാണോ? വേണ്ട. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ സപ്താഹത്തിലേക്കൊക്കെ വന്നത്. ഇപ്പൊ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ഉറപ്പിച്ച് പറഞ്ഞു എന്ന്. പിന്നെന്താ? ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിജ്ഞ. എന്താണ് അത്? ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അഥവാ ഈ
ഇത്ര മഹത്തായ ശ്രീമദ് ഭാഗവതം എന്നാൽ സ്വീകരിക്കപ്പെട്ടു. പാസീവ് വോയിസിലാണ് പറഞ്ഞത്. ആ ഭാഗവതം എന്നാൽ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത്? മുക്തിയർത്ഥം ഭവസാഗരി. ഈ ഭവസാഗരത്തിൽ നിന്ന് മുക്തിക്ക് വേണ്ടി, മുക്തിയർത്ഥം എന്ന് പറഞ്ഞ, അർത്ഥം എന്ന വാക്കിന് പലയിടത്ത് പല അർത്ഥമുണ്ട് എന്ന്. ഇവിടെ മുക്തിയർത്ഥം എന്ന് പറഞ്ഞാൽ മുക്തിക്ക് വേണ്ടി. അവിടെയാണ് നമ്മൾ ഇന്ന് ഈ സഭ ആരംഭിക്കുന്നതിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചത്. മുക്തിസ്കന്ധമായ ഏകാദശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഭവസാഗരേ മുക്തി. ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണേ. കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ എളുപ്പമുണ്ട് എന്നാണ്. കഴിഞ്ഞ പല സഭകളിലും പല ആചാര്യന്മാരും ആവർത്തിച്ചതുപോലെ എത്രയോ എണ്ണ ഒഴിഞ്ഞ കസേരകളാണ്. നമുക്ക് യാതൊരു ദുഃഖം, സന്തോഷം ഉള്ളവർ ശ്രദ്ധിക്കട്ടെ എന്നൊരു അപേക്ഷയാണ്, എളിയ അപേക്ഷയാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം പഠിക്കേണ്ടത്? മുക്തിയർത്ഥം ഭവസാഗരി. ശ്രദ്ധിച്ചിട്ടില്ല, ഒരിക്കൽ ആവർത്തിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ശ്രദ്ധിച്ചിട്ടില്ലാത്തവരൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. എന്താ ലക്ഷ്യം? ഭവസാഗരേ മുക്തിയർത്ഥം. ഭവസാഗരത്തിൽ നിന്ന് മോചനം, മുക്തി, മോചനം, മോക്ഷം, ഇതിൽ നിന്ന്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഭവസാഗരത്തിൽ നിന്നുള്ള മോചനം, മുക്തി, അഥവാ മുക്തി, മോക്ഷം. എന്തിൽ നിന്നുള്ള മോക്ഷം? അതൊരു വല്ലാത്ത ചോദ്യമാണല്ലേ. എന്തിൽ നിന്നാണ്? എന്താ പറയുക? ചിലപ്പോൾ തോന്നി ഈ ഭർത്താവിൽ നിന്നൊരു മോക്ഷം, അല്ലേ, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നൊരു മോക്ഷം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മിലുണ്ടാക്കുന്ന ഒരു വികാരം ഒന്നാണ്. എന്ത്? ദുഃഖം. ഭർത്താവ് സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ ആരും വിചാരിക്കാറില്ല, പല്ല് കടിക്കാറുമില്ല എന്ന്. അപ്പൊ ദുഃഖം എന്നൊരു വികാരം നമ്മിൽ ഉണർത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ മോചനം ഏതിൽ നിന്നാണ് വേണ്ടത്? ദുഃഖത്തിൽ നിന്നാണ്. ദുഃഖം ആർക്കാ ഉണ്ടാവുക? ജനിച്ചവർക്കൊക്കെ ദുഃഖമുണ്ട്. അപ്പൊ ദുഃഖമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ജനിക്കാതിരിക്കണം. അല്ല, ഇപ്പൊ ജനിച്ചു പോയാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ജന്മം ഉണ്ടാവാതെ നോക്കണം. അതിനെന്താ വഴി? സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഹിന്ദുധർമ്മം വേദത്തിൽ അധിഷ്ഠിതമാണ്. വേദ ഇതിഹാസ പുരാണങ്ങളാണ് നമ്മുടെ ആധികാരികമായ ആധാരം. അവിടെ വേദം ശബ്ദത്തിന് അറിവ്, വിദ്, അറിയുക. അപ്പൊ വേദത്തിൽ അധിഷ്ഠിതമാണ് വേദത്തിൻ്റെ അവസാനത്തെ ഭാഗമായ വേദാന്തം അഥവാ ഉപനിഷത്ത്. അതാണ് ശാസ്ത്രമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലേക്കിൻ്റെ ഒരു ആമുഖമായിട്ട് നമ്മൾ ഇത് കാണുന്നു എന്നർത്ഥം. അപ്പം എന്താണ് നമുക്ക് ആധാരം? ചുരുക്കി പറയാൻ ഓർക്കാൻ VIP എന്ന് ഓർത്തോളൂ എന്നർത്ഥം. വേദ, ഇതിഹാസ, പുരാണം, VIP. അപ്പം പുരാണങ്ങൾ എന്തിനാണ് എഴുതപ്പെട്ടത്? വേദം അതേപോലെ മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ വേദത്തിൻ്റെ പരമമായ സന്ദേശത്തെ മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഥകളുടെ രൂപത്തിൽ, അങ്ങനെയാണ് ഇതിഹാസങ്ങളുടെ ഇതിഹാസം എന്നുള്ളതിനൊക്കെ പ്രത്യേക അർത്ഥമുണ്ട്. നമുക്ക് അത്രയ്ക്കും ചിന്തിക്കാൻ സമയം അനുവദിക്കുന്നില്ല. മഹാഭാരതം അല്ല, രാമായണം, മഹാഭാരതം പറയുമ്പോൾ അങ്ങനെ പറയണം. രാമായണം, മഹാഭാരതം എന്ന 2 ഇതിഹാസങ്ങൾ. പിന്നീടാണ് പുരാണങ്ങൾ രചിക്കപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? വേദത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, അറിവിൻ്റെ അതിപ്രസരം ഉണ്ടാവണം. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് പറയുന്നു,
ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ദ ബ്രഹ്മസംഹിതം വേദതുല്യം, ഡ്യൂലി ഓഥന്റിക്കേറ്റഡ്, എൻഡോസ്ഡ് ബൈ വേദം. അപ്പൊ വേദതുല്യം എന്ന് പറയുമ്പോൾ ഇത് വേദത്തിന് സമം തന്നെ, അഥവാ വേദം തന്നെ. ഇപ്പൊ എന്താ വേദത്തിന്റെ സന്ദേശം? ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതാണ് ആത്മാവ്, പരമാത്മാവ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് സൂചിപ്പിച്ച് ആ ഒന്നിനെയാണ് ഈശ്വരൻ ബ്രഹ്മം പല പേരുകളിൽ പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ ഈശ്വരൻ, ആ ചൈതന്യത്തിൻ്റെ പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമോ, നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ്. ഈ അറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ അറിവിനെ തെറ്റായി മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതി മനസ്സിലാക്കുമ്പോഴാണ് ദുഃഖം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ സന്ദേശം ജീവ ബ്രഹ്മ ഐക്യം. ജീവൻ ബ്രഹ്മം ആയിട്ട് തോന്നുന്ന വ്യത്യാസമൊന്നുമില്ല, ഒരേ ചൈതന്യമാണ് ഓരോ ഉപാധികളിൽ കൂടി ശരീരത്തിൽ കൂടി ഇത് ബോധിക്കണം. അപ്പം എൻ്റെ റിയൽ നേച്ചർ, ട്രൂ നേച്ചർ, ഹയർ നേച്ചർ എന്താണ്? അഹം ബ്രഹ്മ അസ്മി. ഇതാണ് വേദത്തിൻ്റെ സന്ദേശം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ഇതാണ് മുക്തിസ്കന്ധത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ. അതുകൊണ്ടാണ് മുക്തിസ്കന്ധത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാതെ ഇങ്ങനെ എന്തിനാ പറയുന്നതെന്ന് സംശയിക്കരുത്. എന്താണ് മുക്തിസ്കന്ധത്തിൻ്റെ ആവശ്യകത, ഉദ്ദേശം, സന്ദേശം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിനിയും വിഷയത്തിലേക്ക് കടക്കാം. മുക്തിസ്കന്ധമായ ഏകാദശം നേരത്തെയുള്ള ആചാര്യൻ സൂചിപ്പിച്ചു. ദശമത്തിൻ്റെ വിഷയം നിരോധം. പല വ്യാഖ്യാനങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് മുക്തിസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആശ്രയം എന്ന ദ്വാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിക ലക്ഷണം. 10 ലക്ഷണങ്ങൾ പറഞ്ഞത് മുഴുവൻ, സർഗം വിസർഗം മുതൽ ആശ്രയം വരെ പറഞ്ഞ മുഴുവൻ ആശ്രയം എന്ന വിഷയത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഏകാദശ സ്കന്ധത്തിലെ വിഷയം. അതിലെ പ്രധാന വിഷയം ഉദ്ധവ കൃഷ്ണ സംവാദമാണ്. അതിലാദ്യം ഭഗവാൻ 2 ഉദ്ധരണികൾ അഥവാ കൊട്ടേഷൻസ് ആണ് കാണുന്നത്. അതിലാദ്യത്തേതാണ് നിമി നവയോഗി സംവാദം. വിദേഹ രാജ്യത്തെ നിമി രാജാവ് ഋഷഭപുത്രന്മാരായ 9 യോഗീശ്വരന്മാർ, അവരെ നമ്മൾ 5-ാമത്തെ സ്കന്ധത്തിൽ പരിചയപ്പെട്ടതാണ്. കവിർഹരിരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായനഹ ആവിർഹോത്രോധ ദ്രുമിള ചമസ കരഭാജനഹ. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇങ്ങനെ 9 പേര്. ഋഷഭദേവന്റെ 100 മക്കളിൽ ആദ്യത്തെ ആളായ ഭരതനാണ് രാജാവായത്. ആ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അജനാഭം എന്ന അതുവരെ പേരുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നത്. ബാക്കി 9 പേര് ഈ യോഗീശ്വരന്മാരായിട്ട് വന്നു. 9 പേര് നാട്ടുരാജ്യങ്ങൾ ഭരിക്കാൻ പോയി. 9, 9, 18, 1, 19 പോയിട്ട് ബാക്കി 81 പേര് തപസ് കൊണ്ട് ബ്രാഹ്മണ്യം നേടി എന്നർത്ഥം. നേരത്തെയുള്ള ആചാര്യൻ ബ്രാഹ്മണ ശബ്ദത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം. ജന്മം കൊണ്ട് കിട്ടേണ്ടതല്ല, കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് എന്നർത്ഥം. അതിന് ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ 81 ഋഷഭപുത്രന്മാരുടെ ചരിത്രം. ഭാഗവതം സൂചിപ്പിക്കുന്നു തപസ് കൊണ്ടവർ ബ്രാഹ്മണ്യം നേടിയെടുത്തത്. ഈ 9 പേരെ അവിടെ വെച്ച് തന്നെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു ഇവരുടെ സംവാദത്തെക്കുറിച്ച് ഇനി പിന്നീട് വിശദീകരിക്കുന്നതാണ്. കാരണം ശ്രീമദ് ഭാഗവതം മുഴുവനേ സംവാദമാണല്ലോ എന്നർത്ഥം.
ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ മന്ത്രത്തിൽ തന്നെ സൂചിപ്പിച്ചു, തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. ഈ വേദം ആദികവിയായ ബ്രഹ്മദേവന് ഭഗവാനിൽ നിന്ന് കിട്ടിയതല്ലേ. ശ്രീനാരദന് ബ്രഹ്മദേവനിൽ നിന്ന് കിട്ടി. ശ്രീനാരദൻ അത് വേദവ്യാസ ഭഗവാന് കൊടുത്തു. വേദവ്യാസ ഭഗവാനിൽ നിന്ന് ശ്രീശിവബ്രഹ്മർഷിക്ക് കിട്ടി. ശ്രീശിവബ്രഹ്മർഷി വിശദമായിട്ടത് പഠിച്ചത് യഥാധീതം യഥാമതി, എങ്ങനെ ഞാൻ പഠിച്ചുവോ, എത്ര എൻ്റെ ബുദ്ധിയിലുള്ളോ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീശിവബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ശ്രീശിവബ്രഹ്മർഷി അത് ശാപഗ്രസ്തനായിരുന്ന ശ്രീപരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് ഉപദേശിച്ചു. ശരിയായ സപ്താഹം ആരംഭിക്കുന്ന ഒന്നാണെന്നൊക്കെ വേണമെങ്കിലും ഓർമ്മിക്കാറുണ്ട്. ഭാഗവത മാഹാത്മ്യത്തിലെ കഥകളൊക്കെ പിന്നെ ശ്രീനാരദൻ തുടങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നു എന്നർത്ഥം. അതായത് ഇതെല്ലാം സംവാദ രൂപത്തിലാണ്. ആ സംവാദത്തിനകത്ത് ഉള്ള സംവാദങ്ങളാണ് ഈ നിമി നവയോഗി സംവാദവും പിന്നീട് നമ്മൾ കാണുന്ന അവധൂത യദു സംവാദവും. അതുകൊണ്ട് ഈ നിമി നവയോഗി സംവാദത്തെ നമുക്ക് 1 മണിക്കൂറുണ്ട് ഓടിച്ച് മനസ്സിലാക്കാം. അത് ഈ ഓടിച്ചെന്ന് പറയാൻ കാര്യം, അതിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ തന്നെ എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത്ര അർത്ഥഗർഭങ്ങളായ ഗഹനങ്ങളായ വിഷയങ്ങളാണ്. ഗഹനങ്ങളായ വിഷയങ്ങളെ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകത്തക്കവണ്ണം അവതരിപ്പിക്കലാണ് പുരാണങ്ങളുടെ വിഷയം. അതതിൻ്റെ അന്തസത്തയോടുകൂടി കഥാഭാഗങ്ങളിലെ ഉൾക്കൊള്ളേണ്ട സന്ദേശത്തെയൊക്കെ വേർതിരിച്ചെടുത്ത് അനുവാചകരുടെ മുമ്പിൽ, ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് ആചാര്യൻ്റെ കടമ. യഥാവിധി ഗുരുനാഥൻ്റെ കാരുണ്യത്തോടു കൂടി അത് സാധിക്കട്ടെ. നിമി കൂടുതൽ ഇടയ്ക്ക് വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് അവേ അവരുടെ ചോദ്യോത്തരത്തിലേക്ക് കിടക്കുന്നു എന്നർത്ഥം. തപസ്സുകൊണ്ട് അന്ധകരണശുദ്ധി നേടിയ ഈ 9 പേര് അവർ നിമി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. അവരെ സ്വീകരിച്ചിരുത്തി. അതിനിടയ്ക്കൊരു സംവാദമുണ്ട്, പറയാതിരുന്ന ഒരു സംവാദം. നിമി നവയോഗി സംവാദം നമ്മൾ നേരിട്ടല്ല കേൾക്കുന്നത്. ഭഗവാൻ ഉദ്ധരിക്കുന്നത് വസുദേവ നാരദ സംവാദമാണ്. എത്ര കൊട്ടേഷൻസാണ് ഇതിനിടയ്ക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കൂ. അവസാനം അല്ലെ, അവസാനം ലാസ്റ്റിൽ എന്നൊരു തമാശ പറയാറില്ല, അങ്ങനെ പറയാം. സൂത പൗരാണികൻ പറയുന്നതായിട്ടാണ് ഒടുവിലത്തെ സംവാദമായിട്ട് നമ്മൾ കേൾക്കുന്നത്. വസുദേവര് നമുക്കൊക്കെ അറിയാം, ഭഗവാന്റെ ബീജപ്രദപിത. വസുദേവരെ അങ്ങനെ വിശേഷിപ്പിക്കണം. ശ്രീനാരദൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇങ്ങനെ വന്ന് വസുദേവരുടെ അവിടെ സന്ദർശനത്തിന് കയറിയപ്പോൾ ഒരു തവണ ചോദ്യം ചോദിച്ചു. അതോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത് എന്നർത്ഥം. ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിച്ചു തരണം. ഭഗവാൻ അവതാര സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ഉപദേശം തന്നിരുന്നു. എന്നെ പുത്രഭാവത്തിൽ സ്നേഹിക്കുക, ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാസ്യേതേ മദ്ഗതിം വരാം, ഞാനാകുന്ന പരമമായ ഗതിയിൽ എത്തിച്ചേരാൻ കഴിയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഭഗവാന്റെ മായ കൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല. അതുകൊണ്ട് ഈ ഭാഗവത ധർമ്മങ്ങളെ ഒന്ന് ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഭാഗവത ധർമ്മം എന്ന വാക്ക് സ്കന്ധങ്ങൾ നമ്മൾ പഠിച്ച ഓർഡർ വെച്ച് പറയുകയാണെങ്കിൽ ആദ്യം കേൾക്കുന്നത് സപ്തമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലാണ്. അതിലെ 1-ാമത്തെ ശ്ലോകം തന്നെ അതാണ്. പ്രഹ്ലാദൻ കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ സൂചിപ്പിക്കും, കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. നേരത്തെയുള്ള ആചാര്യൻ സൂചിപ്പിച്ചതുപോലെ ഭാഗവതധർമ്മമൊക്കെ എപ്പോഴാണ് പഠിക്കേണ്ടത്? കൗമാര ആചരേ വിവരമുള്ളവർ. നമ്മുടെ ഭാഷ പറയുകയാണെ ഭാഗവതത്തിലെ വാക്കാണോ എന്ന് ചോദിക്കരുത്.
പ്രാജ്ഞൻ എന്ന വാക്കാണ് ശ്രീമദ് ഭാഗവത്തിൽ ഉപയോഗിച്ചത്. നമ്മൾ പറയുന്നു വിവരമുള്ളവര്, ബോധമുള്ളവര്. എപ്പോഴാ ഭാഗവത ധർമ്മങ്ങൾ പഠിക്കേണ്ടത്? കൗമാരപ്രായത്തിൽ. നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ടീനേജിലെങ്കിലും തുടങ്ങണം. അവിടെ കുട്ടികളുമായിട്ടുള്ള സംവാദം പറയാൻ ഉദ്ദേശിച്ചത് ഭാഗവതധർമ്മം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്ന അവിടെയാണ് എന്ന്. അപ്പം ഇവിടെ ഭാഗവതധർമ്മം ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ശ്രീനാരദന് വളരെ സന്തോഷമായി. അപ്പോൾ ശ്രീനാരദൻ പറഞ്ഞു, ഈ വിഷയത്തിൽ പണ്ടൊരു സംവാദം നടന്നിട്ടുണ്ട്, നിമി നവയോഗി, അത് ഞാൻ ഉദ്ധരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംവാദത്തിൻ്റെ ആ ഉള്ളിലേക്ക് കടക്കുന്നു. രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആദ്യം മറുപടി പറയുന്നു കവി എന്ന യോഗീശൻ. നേരത്തെ നമ്മൾ പേര് പറഞ്ഞ അതേ ഓർഡറിലാണ് ചോദ്യോത്തരങ്ങൾ വരുന്നത് എന്നർത്ഥം. കവി, ഹരി, അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞില്ല, ആ ഓർഡറിലാണ് എന്ന്. അപ്പോൾ അതിനാണ് ഉത്തരം പറയുന്നു. മന്യേ കുതച്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തതേഭി. അസദാത്മഭാവാത്, അസത് വസ്തുക്കളിൽ സദ്ബുദ്ധി തോന്നുക. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രേ മായയാകുന്നത്. സ്പഷ്ടമായിട്ട് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ എഴുതി തന്നിരിക്കുന്നു. എന്താണ് അത് തന്നെയാണ് ഇവിടെ സൂചന എന്നർത്ഥം. അസത് ആത്മഭാവാ. സദ്വസ്തു എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. പല കോണ്ടക്സ്റ്റിൽ പല അർത്ഥമാണ് സത് എന്നുള്ളത്. ഇപ്പം ഇവിടെ നാശമില്ലാത്തത്, നാശമില്ലാത്ത അല്ലേ, നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നമ്മുടെ ഈ ശരീരം തന്നെയാണ് എന്നർത്ഥം. അപ്പം ശരീരത്തെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുക, അതാണ് ആദ്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് വരുന്നു? ഉദ്വിഗ്ന ബുദ്ധേഹേ, ഭയമാകുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? ഒന്നായ നിന്നൈഹ, ഇത് ശരീരം വേറെ, ആത്മാവ് വേറെ, അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. മൈക്ക് വേറെ, മൈക്കിനെ പ്രകാശിപ്പിക്കുന്ന, സചേതനമാക്കുന്ന, ഇല്യൂമിൻ ചെയ്യുന്ന, എൻലിവൻ ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വേറെ. എന്താ പ്രത്യേകത? മൈക്കില്ലെങ്കിലും ഫാൻ ഇല്ലെങ്കിലും ഇലക്ട്രിസിറ്റിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ മൈക്ക് പ്രവർത്തിക്കില്ല. എത്ര വലിയ ഹൈ വോൾട്ടേജ്. അതാണ് ഉപാധിരഹിത ചൈതന്യം, ഉപാധി സഹിത ചൈതന്യം എന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് അതാണ്. ഇത് ചേർന്ന് നിൽക്കുമ്പോൾ ഇതിനെ ശരിയായിട്ട്, അതാണ് മരണഭയം ഉണ്ടാകാൻ കാരണം. അല്ല, ഞാൻ ഈ ശരീരമാണെന്ന് ഉറപ്പിക്കുന്നതോടുകൂടി ഞാനില്ലാതാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുമ്പേ നമ്മൾ ഒരുപാട് കേട്ടു ഞാൻ 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 ശബ്ദം, നീ ആവർത്തിക്കുന്നില്ല. അർജുനനെ ബോധ്യപ്പെടുത്തിയതും അതായിരുന്നില്ലേ? കൃഷ്ണാനുകമ്പിതം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ജഡങ്ങളായ ശരീരമനോബുദ്ധിയാദികൾക്ക്. നമ്മുടെ ഗുരുദേവനൊക്കെ പറയും BMI, ബോഡി മൈൻഡ് ഇൻ്റലക്ട് അല്ലെ, BMI ചാർട്ട് എന്നാണ് പറയാറ്. ഈ ശരീരമനോബുദ്ധിയാദികളുടെ ഈ കോംപ്ലക്സ് സചേതനമാകുന്നത്, സക്രിയമാകുന്നത് എന്നാൽ അതിനിതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അപ്പോഴെന്ത് വരുന്നു? അകുതച്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസം. ശ്രദ്ധിക്കൂ എന്നറിയാം. നിമീനവയോഗി സംവാദത്തിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ബാഗിനകത്ത് വെക്കണ്ട, ഉള്ളിൽ വെക്കൂ ഈ ഒരൊറ്റ വാക്ക്. എന്ത്? അച്യുത പാദാംബുജോപാസനം. അച്യുതൻ്റെ പാദാരവിന്ദങ്ങളെ ഉപാസിക്കുക. അവിടെ കൃഷ്ണനും ഭഗവാനും ആത്മാവെന്നും ഒന്നുമല്ല പറഞ്ഞത്, പിന്നെ അച്യുതൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ശ്രദ്ധിക്കൂ നേരത്തെ. അച്യുതൻ എന്നുള്ള വാക്ക് കാണുന്നിടത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന്, പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് അവിടെയൊക്കെ. ച്യുതിയില്ലാത്ത ഭഗവത് തത്വത്തെയാണ് അവിടെ
സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവത് തത്വത്തിൽ ഉറപ്പ് വരണം. ശ്രീമദ് ഭാഗവതം ആരംഭിച്ചത് എങ്ങനെയാണ്? സത്യം പരം. 9 പരമമായ സത്യത്തെ ഉൾപ്പെടെ 10 ക്ലോസുകളാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ. അതിൽ 9 എണ്ണം പരമമായ സത്യം എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കലാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കണ്ടന്റ്, ഉള്ളടക്കം സൂചിപ്പിച്ചു. എന്ത്? പരം സത്യം. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം, ഓർമ്മിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച സദ്വസ്തു. ഭട്ടതിരിപ്പാട് അതിനെ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി എഴുതി തന്നപ്പോൾ എന്ത് പറഞ്ഞു? സ്വതന്ത്രാൻ അങ്ങോട്ട് തുടങ്ങണം. ആ ബ്രഹ്മം തന്നെയാണ് തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനഗുരി. ബ്രഹ്മതത്വം തത്താവത് ഭാതി. അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള അപ്രകടമായ ബ്രഹ്മതത്വം പ്രകാശിക്കുന്നു. സഗുണസാഗൻ ഒരുപാട് ആ വശത്തേക്കൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്നു. അപ്പം അച്യുതസ്യ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് ശ്രദ്ധിക്കണം? ച്യുതിയില്ലാത്ത ഭഗവത് തത്വമായിട്ട്. ഇനിയിപ്പോൾ അടുത്ത ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും എന്നർത്ഥം. അതുകൊണ്ട് ഭീ വിശ്വാത്മനാ നിവർത്തതേ. ഭയം. കാലം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭയത്തിൻ്റെ രീതിയൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അല്ലേ? പണ്ടൊന്നുമില്ല. നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്തുള്ള ഭയമൊക്കെയാണോ ഇന്നത്തെ നമ്മൾ അച്ഛനും മുത്തച്ഛനും ഒക്കെ ആകുമ്പോഴുള്ള ആലോചിച്ച് നോക്കുക. ഭയത്തിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ലാത്ത ഒരവസ്ഥ. പക്ഷെ അതിന് എന്ത് വേണം? അച്യുതസ്യ പാദാംബുജോപാസനം എന്നാണ് എൻ്റെ ഉറപ്പ്. ഇതാണ് ആദ്യത്തെ ഉപദേശം. അതുകൊണ്ട് എന്ത് വേണം? ഭാഗവതധർമ്മങ്ങളുടെ ലക്ഷണം ചുരുക്കി പറഞ്ഞു. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായാഖ്യാത്മലബ്ധയേ അഞ്ജപുംസാമവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. ഉള്ളിൽ നന്മ വരാനുള്ള മാർഗങ്ങൾ അതൊക്കെ ഭാഗവതധർമ്മമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഇവിടെ ഒരാൾ പറഞ്ഞ തന്നെ എങ്ങനെയാണ്? ഏകാക്ഷരം എന്ന് സാധാരണ ശാസ്ത്രത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഓങ്കാരത്തെയാണ് എന്ന്. ഏകാക്ഷരം തവഹി ധ്യാനിപ്പവനൊക്കെ സൂചിപ്പിക്കുന്ന ഓങ്കാരത്തെയാണ്. പക്ഷേ ഇവിടെ ഒരാൾ പറഞ്ഞത് ഞാൻ ഇപ്പം അതാണ് ഏകാക്ഷരമായിട്ട് ഉപാസിക്കുന്നത്. ഞാൻ ഇൻ ചില്ലക്ഷരമാണ്, അപ്പം അത് അക്ഷരമായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പം ഏകാക്ഷരം എന്താണ്? ഞാൻ ആലോചിക്കുക. അതിനെന്താ ഒരു വഴി? ശരിയായ ഞാനെ അറിയൂ. ഞാനല്ലാത്ത ഞാനിനെയാണിപ്പോൾ ഞാൻ എന്ന് പറയുന്നത്. അതിനെന്താ പരിഹാരം? ശരിയായ ഞാനെ അറിയൂ. എവിടൊക്കെ പറഞ്ഞിട്ടില്ലേ? അന്വേഷിപ്പിൻ. അതൊക്കെ എല്ലാവർക്കും നല്ലോണം അറിയാം, ഒരു സംശയമില്ല. ഭാഗവത്തിലെ ഒരു വരി തിരിച്ച് പറയാൻ പ്രയാസമാണ്, പക്ഷെ ഇതൊക്കെ എളുപ്പം പറയുന്നത് അല്ലേ? അന്വേഷിക്കൂ, കണ്ടെത്തും, ഉറപ്പാണ്. ഭാഗവത്തിലെ ആശ്രയിക്കൂ, ഉറപ്പാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചു. അതിനെന്താ ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടാവണം. ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഭക്തി ഉണ്ടായാൽ എന്തുകൊണ്ട്? ഭക്തൻ ഒരിക്കലും അല്ലേ നമേ ഭക്ത പ്രണശ്യതി. ഭഗവാൻ 9ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഉറപ്പ് പറഞ്ഞു, ഗ്യാരണ്ടിയാണ് എന്നുള്ളത്. എത്രയോ ഗ്യാരണ്ടികൾ കാണാം ഭാഗവത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും രണ്ടായിട്ട് കാണാതെ ചേർത്ത് വെച്ച് പഠിക്കണം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ വിപുലമായ വലിയ ഒരു സ്ക്രീനിൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് 18,000 ഗ്രന്ഥങ്ങളുള്ള ശ്രീമദ് ഭാഗവതം. ഒരർത്ഥത്തിൽ ശരിയായ ഒരു ഒബ്സർവേഷൻ എന്നർത്ഥം. അതുകൊണ്ട് ഭക്തി ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാനുസരസ്വഭാവാത് കരോതി കരോമി അല്ല കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. അവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഭാഷയിലാക്കിയപ്പം
ഇവിടെ കരോതി എന്ന് ഉപദേശിച്ചത് കൊണ്ട് സമർപ്പിക്കണം, അതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോഴോ സമർപ്പിക്കുന്നു, അതാണ്. അങ്ങനെ കരോമി സമർപ്പയേ തത്ത് സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ എന്താ വേണ്ടത്? അനുസൃത സ്വഭാവം. പ്രത്യേകം ശ്രദ്ധിക്കുക, അനുസൃത സ്വഭാവം. ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവത്തെ, വാസനകളെ, സംസ്കാരത്തെ, ടെൻഡൻസീസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വേണം ഉപാസന. ശ്രദ്ധിക്കണേ, സനാതനധർമ്മത്തിൽ മാത്രം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണിത്. ഈ ഒരൊറ്റ മാർഗത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് അറിവ് നേടാൻ സാധിക്കൂ, ഇല്ലെങ്കിൽ അത് സാധിക്കും പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കാണ് അനുസൃത സ്വഭാവ. ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? കായേന വാച മനസ ഇന്ദ്രിയർവ ബുദ്ധ്യ ആത്മന, എല്ലാ തലങ്ങളിലും എന്തൊക്കെ ചെയ്യുന്നുവോ, എന്ത് ചെയ്യുന്നുവോ അതൊക്കെ എന്ത് ചെയ്യണം? പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പരസ്മൈ നാരായണായ, പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ആ ച്യുതിയില്ലാത്ത തത്വം. അപ്പോൾ ഭഗവത് തത്വമാണ് ബ്രഹ്മതത്വം. നേരത്തെ നാരായണീയത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ ആ ഭഗവാനിൽ അതിനൊരു പെർസോണിഫിക്കേഷൻ അഥവാ ഒരു മൂർത്തീകരണം, എംബോഡിമെന്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഭഗവാൻ, ദേവി, അത് ഇത് എന്നുള്ള ഭാവങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നത്. സഗുണ സാകാരം, സഗുണ നിരാകാരം, നിർഗുണ നിരാകാരം, ഇങ്ങനെ പല ഭാവങ്ങളിൽ നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പം ഈ പറഞ്ഞ ഭാവം അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അതിനെ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായ ഭാഗവതാചാര്യൻ മണിസ്വാമി ഓൺലൈനിൽ കേൾക്കാൻ കഴിഞ്ഞു. ഗജേന്ദ്രമോക്ഷം, ഗജേന്ദ്രസ്തുതി കഥ. എന്താ? പൂർണ്ണ നിർഗുണ നിരാകാര ഭാവത്തിൽ നേരത്തെ പറഞ്ഞ ച്യുതിയില്ലാത്ത ഭഗവത് തത്വത്തെ ഭംഗിയായിട്ട് സ്തുതിക്കുന്നു. സവൈന ദേവാസുരമർത്യതി ന സ്ത്രീ ന ഷണ്ടോ ന, പുരുഷനുമല്ല സ്ത്രീയുമല്ല ഷണ്ടനുമല്ല, ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡർ, നപുംസം. എങ്ങനെ അങ്ങോട്ട് നിഷേധിച്ച് നിഷേധിക്കാനാവാത്ത ഒന്ന് ശേഷിക്കും. ആര് ശേഷിക്കും? നിഷേധിക്കാനാവാത്ത ഞാൻ ശേഷിക്കില്ലേ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരുമില്ല, സമ്മതിച്ചോ? ഇല്ല, ഭാര്യ എല്ലാം വിട്ടു. പക്ഷെ ആരുണ്ട്? ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു ഞാനില്ലേ? അതാണ് ഭഗവാൻ. ധ്രുവസ്തുതി, അതൊക്കെ ചർച്ച കഴിഞ്ഞല്ല, അത് നമുക്ക് സൂചിപ്പിച്ചു. യന്തപ്രവിശ്യ, പ്രസിദ്ധമായ ശ്ലോകം അല്ലേ? സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം ഉറപ്പിക്കാൻ, ഇപ്പൊ ഈ സൂചിപ്പിച്ച അച്യുതസ്യ പാദാംബുജത്തെ ഉറപ്പിക്കാൻ ഏറ്റവും നല്ല ശ്ലോകമായിട്ട് ഒരു ഭാഗവത വിദ്യാർത്ഥിയായ നമുക്ക് തോന്നിയിരിക്കുന്ന ഈ രണ്ട് ശ്ലോകങ്ങളാണ്. ഏതൊക്കെ? ഗജേന്ദ്രസ്തുതിയിലെ ഈ പറഞ്ഞ സവൈന ദേവാസുര തുടങ്ങുന്നതും ധ്രുവസ്തുതിയിലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മണിസ്വാമിയെ അനുസ്മരിച്ച ഉടനെ ഏതായാലും സാന്നിധ്യം ഉണ്ടായി. ഗുരുവായൂരപ്പ, ഭഗവാന്റെ കാരുണ്യം തന്നെ ഗുരുവായൂരപ്പ. അപ്പൊ ഗജേന്ദ്രസ്തുതിയില് ഇല്ല, അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വന്നു എന്നുള്ളത് ഒരു വലിയൊരു നല്ലൊരു നിമിത്തം, നല്ലൊരു സൂചന, നല്ലൊരു അനുഗ്രഹം അല്ലേ? ഉള്ള സമയം കൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് മണിസ്വാമി ഗജേന്ദ്രസ്തുതി പറഞ്ഞു കേൾപ്പിച്ചു. ഞങ്ങളും അതേ ആവേശത്തോടു കൂടി നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. അപ്പൊ എന്താ ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കാൻ കാര്യം? ച്യുതിയില്ലാത്ത ഭഗവത് തത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങൾ നന്നായിട്ട് ഓർമ്മ വയ്ക്കണം. പൂർണ്ണ നിർഗുണ നിരാകാര ഭാവത്തിൽ ഭഗവാനെ സൂചിപ്പിച്ച ഭാവം അത് ഉറപ്പിക്കണം. എന്തുകൊണ്ട്? അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോവാണ്, ക്ഷമിക്കണേ, സമയത്തിന്റെ പരിമിതിയാണ് എന്നത്. ഭയം ദ്വിതീയാദിഭിനേഷദസ്യാത് ഈശാദഭേദസ്യ വിപര്യോ സ്മൃതി തന്മായാദോ ബുധ ആഭജേത്തം
ഭക്തിയേകേശം ഗുരുദേവതാത്മാ ദ്വിതീയാദ്വൈ ഭയം ഭവതി. ഈ ഭയത്തിന് മുഴുവൻ കാരണം എന്താണ്? രണ്ട്. നേരത്തെ ഹരിനാമകീർത്തനം പഠിച്ചവർക്ക് യാതൊരു സംശയമില്ല എന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും തമാശ പോലെ അവതരിപ്പിക്കാറുണ്ട്. രണ്ട് ഭ ഒന്നിച്ച് നിൽക്കില്ല എന്ന്. ആരാ രണ്ട്? ഭാര്യയുടെ ഭയല്ല, പിന്നെ ഭക്തിയും ഭയവും. ശരിയായ ഭക്തിയും ഭയവും കൂടി ഒന്നിച്ച് നിൽക്കില്ല. ഭക്തിയുണ്ടോ? പ്രഹ്ലാദൻ പറഞ്ഞ സൈഡ് ട്രാക്ക് ചെയ്ത് പോകും. അതുകൊണ്ട് പേടിയാണ്. അവിടെ ചിരിച്ചുകൊണ്ട് നിന്ന ഒരേ ഒരാള് നരസിംഹാവതാര ഭാഗത്ത് നമ്മൾ കാണുന്നത്. ചിരിച്ചുകൊണ്ട് നിന്ന ഒരേ ഒരാളാരാണ്? സ്ഥിരം പറയുന്ന വാക്ക് പറഞ്ഞോട്ടെ, സ്മോളസ്റ്റ് ഓഫ് ദ ലോട്ട്. അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ് ചിരിച്ചുകൊണ്ട്. എന്തുകൊണ്ട്? ശരിയായ ഭക്തി ഉണ്ടായിരുന്നു. ബ്രഹ്മദേവൻ ഭയപ്പെട്ടു, ലക്ഷ്മി ദേവി ഭയപ്പെട്ടു. BP എന്ന് സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി ദേവി ഭയപ്പെട്ടു. അയ്യോ, ഇത് അദൃഷ്ട അശ്രുതം എന്നൊക്കെയാണ് പറഞ്ഞത്. എവിടെ ഭ ഉണ്ടോ അവിടെ മറ്റേ ഭ ഉണ്ട്. അതാണ് ഇതിൽ സൂചിപ്പിച്ചത്. അത് അത്ര എളുപ്പം അങ്ങോട്ട് സാധിക്കുന്നില്ല. അതിനെന്ത് വേണം? അതിനാണ് ഒരു ഗുരുവിനെ ആശ്രയിക്കണം. ഭക്തിയേശം ഗുരു ദേവതാത്മാ. ഏകാന്ത ഭക്തിയോടുകൂടി ഗുരുവിനെ. അടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അത് ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഏതായാലും അദ്വൈത ബോധം ഉറയ്ക്കണം. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് യൂണിവേഴ്സൽ വൺനെസ്. ഇവിടെ ഒന്നേ ഉള്ളൂ. എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ ആ ചൈതന്യത്തിൻ്റെ തന്നെ പ്രകടനങ്ങൾ. ഇവിടെ ഊർധ്വമൂല മധശാഖമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ ഒരു സത്രവേദിയിലും കണ്ടിട്ടില്ല. ഭഗവാന്റെ സുന്ദരമായ വർണ്ണന 15-ാം അധ്യായം അല്ലേ? നമുക്കറിയാതെ ഇങ്ങനെ അത് ജപം വന്നു പോകും. ഊർധ്വമൂല മധശാഖ അല്ലേ? ഭംഗിയായിട്ട് 15-ാം അധ്യായത്തിൽ യോമാമേവമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം. ആരാണോ എന്നെ പുരുഷോത്തമനായിട്ട് അറിയുന്നത് സവൈ ഭജതി മാം, അവരാണ് ശരിക്കെന്നെ ഭജിക്കുന്നത്. അവർക്ക് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഭയമില്ല. അപ്പം ആദ്യത്തെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് ഭാഗവതധർമ്മം? കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി ചെയ്യുന്നത്. അവിടെ എന്താ വരുന്നത്? ഐ-നെസ് ആൻഡ് മൈ-നെസ് ഇല്ല. നമ്മുടെ ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഐ-നെസ് ആൻഡ് മൈനസ്. ഞാനില്ല. അത് ഹരിനാമകീർത്തനത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാമെന്നർത്ഥമാണ്. ഈ സമർപ്പണത്തിൻ്റെ സത്യം വദാമി ഒക്കെ തർപ്പണമതാക്കിയിട്ട് ഞാനുമിക അല്ലേ. അപ്പം ഈ ഞാനിനെ അല്ലേ പൂജ്യ ഗുരുദേവ് പറയും, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഈ ഞാനിനെ ഹൊറിസോണ്ടലാക്കണം. ബോഡി വെർട്ടിക്കലായിട്ട് പോകുന്ന ഹൊറിസോണ്ടലാണെന്ന് നമ്മളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ അഹംബോധവും അതിനെന്താ വഴി? നേരത്തെയുള്ള ആചാര്യൻ സൂചിപ്പിച്ചു, അഖിലം ഞാനിതെന്ന വഴി തോന്നിയാൽ പോരാ. അവിടെ തോന്നുക എന്ന് പറഞ്ഞാൽ വെറുതെ തോന്നലല്ല പറഞ്ഞു, പിന്നെ അനുഭവിക്കാൻ കഴിയണം. അതാണ് വേദാന്തത്തിൻ്റെ സന്ദേശം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏകാന്ത ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം. കേവല ഭക്തി, അനന്യഭക്തി എന്നൊക്കെ സൂചിപ്പിക്കും. അനന്യ ചിന്തയന്തോ മാം ഭഗവത്ഗീതയിൽ ശ്ലോകങ്ങളൊക്കെ എന്നാണ്. അങ്ങനെ എന്ത് വേണം? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സമർപ്പിച്ചു. ഇത്യച്യുതാഘ്രീം ഭജതോ ന വൃത്യാ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതപരാം ശാന്തിമുപൈതി സാക്ഷാത്. അങ്ങനെ ക്രമമായിട്ട് അച്യുതാഘ്രീം ഭജതഃ, അവിടെ അച്യുത ശബ്ദം തന്നെ ആവർത്തിച്ചത് ശ്രദ്ധിക്കൂ. അച്യുതൻ്റെ പാദപത്മങ്ങളിൽ ഭക്തി ഉണ്ടാവട്ടെ. അപ്പോഴെന്തുണ്ടാകും? വിരക്തി ഭഗവത് പ്രബോധ. ഭക്തി ഉണ്ടായാൽ വിരക്തിയും തത്വജ്ഞാനവും ഉണ്ടാകും അല്ലേ. ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപന. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ശ്രീനാരദൻ സൂചിപ്പിച്ചു വന്നിരുന്നു എന്നർത്ഥം. ഭക്തി ജ്ഞാന വിരാഗങ്ങൾ. ഭക്തി നന്നായിട്ട് ഇത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല എന്നർത്ഥം. ശ്രദ്ധിക്കുക എന്ന്. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവിരാഗ്യങ്ങൾ വരും. മക്കളുടെയുമായിട്ടുള്ള കഥയൊക്കെ
മാഹാത്മ്യത്തിൽ നമ്മൾ കാണുന്നില്ലേ എന്നർത്ഥം. അപ്പോൾ ഭക്തി നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ ഭാഗവതസ്യ എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ഭഗവത് ഭക്തന് ഉറപ്പാണ് സാക്ഷാത് പരാം ശാന്തിം ഉപൈതി, അവർ പരമമായ ശാന്തിയെ സാധിക്കും. ശാന്തി 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 പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും ശാന്തി കിട്ടില്ല. പരിഹസിക്കാമെന്ന് വിചാരിക്കരുത് പ്ലീസ്. ശാന്തി വേണമെങ്കിൽ എന്ത് വേണം? മനസ്സടങ്ങണം, മനസ്സഞ്ചലമസ്ഥിരം. അർജുനനും പറഞ്ഞു, ഭഗവാനും സമ്മതിച്ചു, 100% എൻഡോഴ്സ് ചെയ്തു. മനസ്സടങ്ങിയെങ്കിലേ ശാന്തി കിട്ടുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഇങ്ങനെയൊക്കെ സാധിച്ച് ഭക്തി ഉണ്ടായ ഒരു അവിടെ ഉപയോഗിച്ച വാക്ക് ഭാഗവതൻ എന്നാണ്. ഭാഗവതം, ഭാഗവതൻ ശ്രദ്ധിക്കുക. ഇവിടെ ഭക്തൻ എന്നാണ്. അങ്ങനെ ഒരു ഭക്തൻ്റെ ലക്ഷണം എന്താണ്? അയാളുടെ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് അല്ലേ? നമ്മൾ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഹിസ് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ ഗുഡ്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആണ് സ്വഭാവം. കോണ്ടക്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് നടത്താന്നാണ്. ഈ നടത്തയല്ല, ഇവിടെ ഒരു വ്യവഹാരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു. അതൊന്ന് പറഞ്ഞു തരണേ, എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഹരി എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറഞ്ഞു. സർവഭൂതേഷു യപശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമഃ. ഭാഗവതോത്തമൻ്റെ, ഉത്തമ ഭക്തൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യത്തേതാണ് ഇതിൽ സൂചിപ്പിച്ചത്. ഇതിനെയും വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഉത്തമ, മധ്യമ, പ്രാകൃത. സാധാരണ ഉത്തമ മധ്യമ കഴിഞ്ഞാൽ അധമൻ എന്നൊരു പ്രയോഗമാണ്. പക്ഷെ ഭക്തന്റെ കാര്യം പറയുമ്പോൾ അധമത്വം ഇല്ല, പ്രാകൃതം. മുഴുവനും നമ്മൾ വിശദീകരിക്കുന്നില്ല. ഉത്തമ ഭക്തനെ നമുക്കൊന്ന് പരിചയപ്പെടാൻ മാത്രം ശ്രമിക്കാം. എന്താ വേണ്ടത്? സർവഭൂതേഷു യപശ്യേത് ഭഗവത് ഭാവം. എല്ലാറ്റിലും കാണുമ്പോൾ അല്ലേ, യാതൊന്ന് കണ്ടത് അതായിരിക്കും. ഇതൊക്കെയാ ഭഗവാന്റെ അനേകം വിദ്യുച്ഛക്തി, എന്താ പറയുക, വൈദ്യുതി ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലേ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ, കറങ്ങുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും തിളങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ആരെ കാണുന്നു? ഇലക്ട്രിസിറ്റിയെ കാണുന്നു. ഇതുപോലെ ഒരാൾ സംസാരിക്കുമ്പോഴേ, ഒരാൾ കേൾക്കുമ്പോഴേ കൈ അനക്കുന്നത് ഒക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കണം അല്ലേ? ഭഗവാൻ രമണ മഹർഷി പറഞ്ഞതായിട്ട് പല ആചാര്യന്മാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞു തന്നെ ഭഗവാൻ എന്താ ചെയ്തത്? ഇങ്ങനെ അങ്ങോട്ട് കൈ മടക്കി കാണിച്ചു. എന്ത്? ഈ വിരല് മടക്കാനും നിവർക്കാനും കഴിയുന്നത് ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ ആ ചൈതന്യത്തെ ഈശ്വരനായിട്ട്, ആത്മാവായിട്ട് അറിയൂ എന്നർത്ഥം. അപ്പം എല്ലാറ്റിലും ഈശ്വരതത്വത്തെ കാണുന്നവനാരോ അവനാണ് ഭാഗവത. അത്രയ്ക്കും കൊണ്ടായിട്ടില്ല, എന്നാൽ സ്വല്പമൊക്കെ ആയി. അവരെ മധ്യമെന്ന് വിശേഷിപ്പിച്ചു. മൂന്നാമത്തെ കൂട്ടരെ പ്രാകൃതൻ എന്ന് വിശേഷിപ്പിച്ചു. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനെന്ന് വിചാരിക്കരുത്. പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ആ ലെവലിലൊക്കെ നിൽക്കുന്നു, വലിയ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഒരു ഇതാ കൃഷ്ണവിഗ്രഹത്തിൽ പൂജ, അതിൽ മാത്രമേ ഈശ്വരനുള്ളൂ അല്ലേ. ആ ക്ഷേത്രത്തിൽ വരുന്നവരോടൊക്കെ ഒരു ചിരി മമത, മറ്റുള്ളവരോട്. പിന്നെ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ ഉത്തമ ഭക്തൻ്റെ വിശേഷണങ്ങൾ. ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കുക. അത് ഭഗവാൻ വാസുദേവൻ എന്ന വാക്കാണ് അവിടെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. വെറുതെ ഭഗവാൻ എന്ന് പറയുന്ന പോലല്ല. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഭഗവത്ഗീത ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് വാസുദേവൻ എന്ന് പേര് വന്നത് തന്നെ? വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി. എന്താ വാസുദേവൻ? വാസു പ്ലസ് ദേവനാണ് വാസുദേവൻ. എല്ലാറ്റിലും വസിച്ചുകൊണ്ട് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന, ചിദംശമായിട്ട് പ്രകടമാകുന്ന ആ ചൈതന്യം അല്ലേ. പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ സ്ഫുരണമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും എന്താ അത്? പരമപ്രകാശമാണ്. ആ അബ്സല്യൂട്ട് കോസ്, ഇറ്റേണൽ റിയാലിറ്റി, സുപ്രീം ട്രൂത്ത്, അതാണ് പരമകാരണം, പരമസത്യം. അത് തന്നെയാണ് ഇതില്. അവിടെ അംശമൊന്നുമില്ല എന്നർത്ഥം. ഒരു വലിയ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിൽ നിന്ന് ഒരംശം ആലപ്പുഴ ജില്ലയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറി, നത്തിങ്. ആലോചിച്ച് നോക്കൂ.
വേറെ വല്ലതൊക്കെ ആണെങ്കിലും അത് ഇരിക്കാം. പക്ഷെ ഇലക്ട്രിസിറ്റി അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ അംശമല്ല, ശ്രദ്ധിക്കണേ, ഇലക്ട്രിസിറ്റിയുടെ അംശമല്ല ഈ മൈക്കില്, പിന്നെ ഇലക്ട്രിസിറ്റി തന്നെ. അപ്പൊ ഈ ശരീരത്തിലെ സംസാരിക്കാൻ അല്ലേ, ആംഗ്യം കാണിക്കാൻ, അതാണ് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞത്. ആലോചിക്കൂ, ഇങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം ഇത് വന്നയാളാ. പിന്നെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. അഹംഭാവമില്ല എന്നർത്ഥം, സമദുഃഖ സുഖക്ഷമി. ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത് നാഭിനന്ദതിനദ്വേഷ്ടി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത. 2-ാം അധ്യായത്തിൽ ശരിയായ അർത്ഥത്തിൽ ഈ സിദ്ധപ്രജ്ഞനും യോഗിയും ഭക്തനും ഒക്കെ ഒന്ന് തന്നെ. പലയിടത്ത് പല ഭാഷകളിലൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇടയ്ക്ക് വൈഷ്ണവാക്യം എന്നും കൂടെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. വിഷ്ണുഭക്തന്മാരിൽ വെച്ച് ഏറ്റവും, എന്തുകൊണ്ട് ത്രിലോകാധിപത്യം കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ലവ നിമിഷാർത്ഥമപി, ചെറിയൊരു അംശം സമയം പോലും മനസ്സിനെ ഭഗവാനിൽ നിന്ന് അതാണോ അത് കുറച്ചുള്ള ഇടപാട് മതി. ഇത് ഉറപ്പിച്ചവനാണ്. പിന്നെ യാതൊരുവൻ്റെ ഹൃദയമാണോ പ്രേമമാകുന്ന കയറുകൊണ്ട്, പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുതേ, പരമമായ പ്രേമമാണ് ഭക്തി എന്ന് നിർവചനം കൊടുത്ത സാക്ഷാൽ ശ്രീനാരദരാണ് ഇതിൻ്റെ പ്രോക്താവെന്ന് ശ്രദ്ധിക്കാം എന്നർത്ഥം. അതുകൊണ്ട് പ്രേമമാകുന്ന കയറുകൊണ്ട്, കഴിഞ്ഞ ദിവസം ഇവിടെ അംബരീഷിൻ്റെ കഥ അവതരിപ്പിച്ചു. അവിടെയാണ് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ, അഹം ഭക്തപരാധീന അസ്വതന്ത്രോ ഇവ. ഭക്തന്മാർ ഈ ഭക്തിയാകുന്ന പാശം കൊണ്ട് അവരെന്നെ കെട്ടിപ്പൂട്ടി അവിടെ ഇട്ടിരിക്കുക, എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന്. മഹാബലി എന്ന ഇന്ദ്രസേനെ മറ്റേ ഇത് വെച്ച് കെട്ടിയ അതല്ല ഇവിടെ ഭക്തിയാകുന്ന പാശ, അല്ലേ, ഭക്തൻ്റെയും ഭക്തിയുടെയും മാഹാത്മ്യം സൂചിപ്പിക്കുന്നു. നേരത്തെ ഭീഷ്മരുടെ പ്രതിജ്ഞയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചില്ലേ എന്നർത്ഥം, അല്ലേ. ഭക്തന്റെ പ്രതിജ്ഞ, തൻ്റെ പ്രതിജ്ഞയെ അവഗണിച്ചുകൊണ്ട് ഭക്തനെ, എന്തുകൊണ്ട് നമേ ഭക്ത പ്രണശ്യതി, ഭഗവാന്റെ കാര്യം. എൻ്റെ ഭക്തൻ ഒരിക്കലും ഒരു, എപ്പോഴാണ് അർജുനന്റെ ലാമെന്റേഷനിൽ ഭഗവാൻ ഇടപെട്ടത്? അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം. അതുവരെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ചില ആചാര്യന്മാർ പറയും കാ മുതൽ മാ വരെയുള്ള ഒരക്ഷരവും ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ് കമാന്നൊരക്ഷരം മിണ്ടിയില്ല എന്ന് പറയുക. പക്ഷെ അശ്രുപൂർണാകുലേക്ഷണമായ ഭഗവാന്റെ അർജുനന്റെ കണ്ണുകൾ കണ്ടപ്പോൾ ഭഗവാന്റെ ഹൃദയം, ഇങ്ങനെ ഭഗവാനുമായിട്ട് പൂർണ്ണമായ ആ ഒരു ഹൃദയ ഐക്യം, ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ സാധിച്ചതാരോ അവരാണ് ഭക്തൻ അർത്ഥം. അങ്ങനെ ആ ഉത്തമ ഭക്തന്റെ കാര്യവും സൂചിപ്പിച്ചു. പിന്നെ അടുത്ത ചോദ്യമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊക്കെ സാധിക്കുന്നില്ല, സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല? അവിടെയാണ് മായയെ അവതരിപ്പിക്കുന്നത് എന്നർത്ഥം. മായ എന്താണ്? അതിനെ കറക്കാനുള്ള മാർഗം, അല്ലെ, ഭഗവത്ഗീത പഠിക്കലാണ് അതിന് ഏറ്റവും നല്ല മാർഗം, അല്ലേ. മമ മായാ ദുരത്യയാ മാമേവയ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. എന്താ, ആരുടെയാ മായ? മയോൺമായ. ഭഗവാൻ വിട്ടുനിന്ന് കളയുന്നില്ല എന്നർത്ഥം, മയോൺമായ. അപ്പൊ എന്റെ മായയെ കടക്കാൻ എന്താ വഴി? മാം ഏവ യഹ പ്രപദ്യന്തേ, ആരാണോ എന്നെ മാത്രം, അണ്ടർലൈൻ, ചുവപ്പ് മഷി ഉണ്ടെങ്കിൽ ചുമന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തോളൂ, എന്നെ മാത്രം ആശ്രയിക്കുന്നത്, തേ മായാം തരം. ശ്രീരാമകൃഷ്ണ പരമഹംസര് വലക്കാരൻ്റെ പാദങ്ങളിൽ പോയി അഭയം പ്രാപിച്ച മത്സ്യങ്ങളുടെ കഥ സൂചിപ്പിക്കും. അതുപോലെ ഭഗവാന്റെ പാദങ്ങളെ ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ. അടുത്ത ചോദ്യം, ഈ മായ എല്ലാവർക്കും ഒന്നും, മായ എന്താ ചെയ്യുക? ഉള്ളതിനെ അല്ലാത്തതായിട്ട് കാണിക്കും, ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് കാണിക്കും. രജ്ജുഖണ്ഡത്തിങ്കലെ മന്നക ബുദ്ധി പോലെ, എഴുത്തച്ഛൻ രാമായണത്തിൽ ഉപയോഗിച്ച നല്ല ഉദാഹരണം.
വേദാന്തം തുടങ്ങിയ കാലം മുതൽ ഉപയോഗിക്കുന്ന ഉദാഹരണം. കയറിലൊരിക്കലും പാമ്പുണ്ടാവാൻ വഴിയില്ല. പക്ഷെ കയറിനെ ആരോപിച്ചു? നമ്മളെന്നാണ് ആരോപിച്ചത്. പക്ഷെ ആരോപിക്കണമെങ്കിൽ കയറുന്ന ഒരു വസ്തു അവിടെ ഉണ്ടാവണം. അതുപോലെ ഈ പ്രപഞ്ചത്തെ നേരത്തെ നമ്മൾ പറഞ്ഞു, ലക്ഷ്യം തന്നെ എന്താണ്? മുക്തിയർത്ഥം ഭവസാഗരേ. മുക്തിസ്കന്ധം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഗവതം പഠിക്കുന്നത് എന്തിനാണ്? മുക്തിയർത്ഥം ഭവസാഗരേ. അപ്പൊ ഇതെന്താ പഠിക്കേണ്ടത്? ഇത് രജ്ജുഖണ്ഡത്തെങ്കിലേ പന്ന. കയറിനെ കണ്ടവൻ പാമ്പിനെ കാണുന്നില്ല, വൈസ് വേഴ്സ. എന്ത്? പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും ഇതാണ് ബ്രഹ്മതത്വം തത്താവത് ഭാതി ഉറപ്പിച്ച ആളിന് ഇവിടുത്തെ ഒരു നേരത്തെ സൂചിപ്പിച്ച അത് സാധിക്കാത്തവരെയാണ് അകൃതാത്മാനഹ. ഒരു വാക്കൂടെ ഗീതയിലെ പറയാ, അചേതസഹ. യജന്തോ യോഗിനൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം യദന്തോപി അകൃതാത്മനഃ അചേതസഹ ഏവം ന പശ്യന്തി. ആർക്കാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്? ഭഗവത്ഗീത 15-ാം അധ്യായം ഉറപ്പായിട്ട് പറഞ്ഞു, വിമൂഢാനാന പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢന്മാർ 5 മൂഢശബ്ദമുണ്ട് ഭഗവത്ഗീതയിൽ, വിശദീകരിക്കുന്നില്ല. വിമൂഢ എന്ന് പറഞ്ഞാൽ മൗഢ്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവൻ, ഗുരുദേവ് ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ. വൺ ഹു ഹാസ് ഒബ്റ്റൈൻഡ് ഡോക്ടറേറ്റ് ഇൻ ഫൂളറി അല്ലേ, അവർക്ക് കാണാൻ പറ്റുക. പിന്നെ പശ്യന്തി ജ്ഞാനചക്ഷുഷ. ആർക്കാണോ ജ്ഞാനമാകുന്ന ദൃഷ്ടിയുള്ളത് അവർക്ക് ഈ തത്വത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കും. അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗീതയിൽ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞ വിമൂഢാനാന് പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. അതാണ് ഇവിടെ. അതില്ലാത്തവർക്ക് എന്ത് ചെയ്യും? ഭഗവാന്റെ വിശ്വരൂപ ദർശനം അർജുനന് കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അല്ലേ അർജുന, നീ വലിയ വീരപരാക്രമിയൊക്കെയാണ്, പക്ഷെ നിനക്ക് നിന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ട്? ദദാമി ദിവ്യചക്ഷസ്. അതില്ലാതിരിക്കുന്നവരെയാണ് ഇവിടെ അകൃതാത്മാനഹ അചേതസഹ എന്ന് സൂചിപ്പിച്ചത്. കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ്ഡ്, അട്ടർലി കൺഫ്യൂസ്ഡ്. ഒരുപാട് വാക്ക് പറയാൻ രസമുണ്ടായിരുന്നു. അതിന് നേരെ വിപരീതമായിട്ടൊരു വാക്കും കൂടെ പറയാം ഭാഗവതത്തിൽ നിന്ന് തന്നെ, സുസമാഹിത. ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, സ്തുതിക്കുന്ന പ്രഹ്ലാദനെ അവതരിപ്പിക്കുന്നിടത്താണ് സുസമാഹിത എന്നുള്ള വാക്ക്. വേറെ പലയിടത്തും ഉണ്ടാകും കേട്ടോ, നമുക്ക് നമ്മുടെ ഒരു പരിമിതമായ അറിവ് വെച്ച് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. സുസമാഹിത, വെൽ കൺട്രോൾഡ്, വെൽ ഡിസിപ്ലിൻഡ്, വെൽ ഓർഗനൈസ്ഡ്. 3 വാക്കുകളാണ് സൂചിപ്പിക്കുന്നത്. അത് സാധിക്കാത്തവരെയാണ് ഇവിടെ അകൃതാത്മാനഹ അചേതസഹ. അവർക്ക് എന്താ അവരുടെ ലക്ഷണം? ഞാനെന്ന ഭാവം ഈ ശരീരത്തിലാണ് അല്ലേ. ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹം. ഈ ദേഹമാണ് ഞാൻ എന്ന, അല്ലേ, അതിൽ നിന്നാണ് ഈ സംസാരമൊക്കെ ഉണ്ടാകുന്നത്. സംസാരസാഗരയും കർമ്മഗ്രാഹ ഒക്കെ പ്രാർത്ഥിക്കില്ലേ നമ്മൾ? അതുകൊണ്ട് ആചാര്യനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ എന്താ? ഏതത് കഥാപ്രകാശേന മത അജ്ഞാനം വിനാശയ. ശ്രദ്ധിക്കണേ, അപ്പം അജ്ഞാന നിരാസം നേരത്തെ പറഞ്ഞ ഗജേന്ദ്രൻ്റെ കഥയിൽ നമ്മൾ കണ്ടു. നേരത്തെ ആ മുതലയിൽ നിന്ന് ആനയെ മോചിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, പിന്നെ അജ്ഞാനമാകുന്ന തടാകത്തിൽ നിന്ന് മുതലയിൽ നിന്ന് മോചിപ്പിച്ചു. അതാണ് നമുക്ക് സാധിക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ ദുസ്തരയായ മായയെ എങ്ങനെ കടക്കും എന്നത് വിശദമായ മറുപടിയാണ്. 16 ശ്ലോകങ്ങളെ കൊണ്ടാണ് പ്രബുദ്ധൻ എന്ന, നേരത്തെ ഉള്ള പറഞ്ഞത് അന്തരീക്ഷം, 3-ാമത്തെ ചോദ്യം, 3-ാമത്തെ അധ്യായമാണ്, 3-ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ, ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ടെന്ന് പറയും. അന്തരീക്ഷൻ എന്നും പ്രബുദ്ധൻ എന്നുള്ള വാക്കിനൊക്കെ പേരുകൾക്ക് തന്നെ പ്രത്യേകം അർത്ഥമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചു, മനുഷ്യർക്ക് മറ്റുള്ളവരുടെ അനുഭവം കണ്ടിട്ട്, ശ്രദ്ധിക്കണേ, മറ്റുള്ളവരുടെ, പച്ച മലയാളം പറഞ്ഞോട്ടെ, കണ്ടാലറിയാത്തവൻ, എല്ലാവർക്കും അറിയാം, നല്ല ഫോർമുല, എല്ലാവർക്കും സുപരിചിതമാണ്. കണ്ടാലറിയാത്തവൻ
കണ്ടാൽ അറിയണം എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് സൂചിപ്പിച്ചത്. മറ്റുള്ളവരുടെ അനുഭവം കണ്ടിട്ട് പണ്ട് കവി പറഞ്ഞ പോലെ എണ്ണയിടിൽ ആർക്കും ഇത് താൻ ഗതി. ഇവിടെ സത്രവേദിയിൽ പ്രഭാഷണം നടത്തിയ ഒരു ആചാര്യൻ പറഞ്ഞത് ഓർക്കുന്നു. ആരാണെന്നൊക്കെ പറഞ്ഞു പോട്ടെ അല്ലേ. ഈ മരണം സംഭവിക്കുമ്പോൾ പോണം എന്ന് പറയുന്നത് എന്തിനാ? എണ്ണയിടിൽ ആർക്കും നാളെ ഇതുപോലെ, നാളെ എന്ന് പറഞ്ഞാൽ ഇന്നെന്ന്, എനി ടൈം ATM പോലാണെന്ന്, എനി ടൈം ഞാനും ഇങ്ങനെ കിടക്കേണ്ടതാണ് എന്നിങ്ങനെ ഓർക്കണം. ഞങ്ങൾ പണ്ട് മിഷൻ്റെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ചില എക്സസൈസ് ചെയ്യുന്നതിലൊന്നും ഇതാണ്. നമ്മുടെ ഡ്രോയിങ് റൂമിലേ ഇങ്ങനെ കിടത്തിയിരിക്കും, ഭാര്യയുടെ ദേഹമല്ല, പിന്നെ സ്വന്തം ദേഹം ഇങ്ങനെ കിടത്തി അതിന് ചുറ്റിനും തേങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭാര്യയൊക്കെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് കാണുക, നല്ല രസമാണെന്ന്. ചെറുക്കൊക്കെ പേടിയോ, അയ്യോ അങ്ങ് ചുമ്മാതല്ല നിങ്ങൾ എന്നും മരണഭയവുമായിട്ട് നടക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങി നോക്കൂ. അനുഭവം കൊണ്ട് പറയുകയാണ്, ഉറപ്പാണ് മരണഭയം മാറി. ഈ അറിവ് വേണം. ഈ അറിവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അനുഭവങ്ങളെ, ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തിയെ ഒക്കെ അറിവ് സ്വാംശീകരിക്കണം. അല്ലാതെ ഏട്ടിലെ പശു എന്ന് പറഞ്ഞ് പണ്ടില്ലേ, അതുപോലെയല്ല എന്നർത്ഥം. ഭാഗവത്തിൽ ഇങ്ങനെയൊക്കെ പറയും. അത് ഘോരമായിട്ട് പ്രസംഗിക്കാനും സാധിക്കും. നമ്മുടെ ഗുരുനാഥൻ്റെ പരമഗുരു തപോവൻ സ്വാമികൾ ഗുരുനാഥനോട് പറഞ്ഞു, ചിന്മയ, വേദാന്തം പഠിക്കാൻ എളുപ്പമാണ്, പറയാൻ അതിനേക്കാൾ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? മറ്റുള്ളവരുടെ അനുഭവം കണ്ടിട്ട് അല്ലേ. പശ്യന്നപി ന പശ്യതി ആര്? മൂഢഃ. ഉദരനിമിത്തം എന്നൊക്കെ സൂചിപ്പിക്കും. അതുകൊണ്ടാണ് വിതുരമൈത്രേയ സംവാദം ആരംഭിച്ചപ്പോൾ വിതുര മഹാശയൻ ആദ്യം മൈത്രേയരോട് ചോദിച്ചത് എന്താണ്? സുഖായ കർമാണി കരോതി ലോകഃ. രണ്ട് ദോഷം കർമ്മത്തിൻ്റെ ഇതിൽ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കും. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ. അഭിക്രമനാശം, പ്രത്യവായ ദോഷം എന്ന് രണ്ടെണ്ണം കർമ്മത്തിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ള സഹജമായ ഭാവമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുക ഒന്ന്, മറ്റേതോ നേരെ വിപരീതമായ ക്രോസിൻ കഴിച്ചു. ഇപ്പോൾ ക്രോസിനല്ല, ഡോളോ 650 കോമൺ ആയിട്ട് അത് കഴിച്ചു പനി പോകാൻ വേണ്ടിയിട്ട്. പനി പോയില്ല, അലർജി കൊണ്ട് ദേഹം മുഴുവൻ. ഇതാണ് അഭിക്രമനാശം, പ്രത്യവായ ദോഷം. കർമ്മത്തിൽ ഇത് ഉണ്ടാവും. അത് മറ്റുള്ളവർ അനുഭവിക്കുന്ന കണ്ടിട്ട് എനിക്കും ഇതാണ് എന്ന് അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. പിന്നെ ധാന്യാദികളിൽ എല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് പ്രഹ്ലാദന്റെ സ്തുതിയിലൊക്കെ ഭംഗിയായിട്ട് സൂചിപ്പിക്കും. അല്ലേ? അതുകൊണ്ട് എന്ത് വേണം? ഒരൊറ്റ വഴിയേ ഉള്ളൂ. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശാബ്ദേ പരേജ നിഷ്ണാദം ബ്രഹ്മണ്യുപസമാശ്രയം. 20ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ശ്രീമദ് ഭാഗവത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഗുരുവിൻ്റെ മഹിമ കാണാം. ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ, എല്ലാ ദിവസങ്ങളും ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? ഗുരുവിന് ഇതുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ധർമ്മവും വേറെ ഇല്ല എന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അല്ലേ? യസ്യ സ്മരണമാത്രേണ ഗുരുഗീതയിൽ സാക്ഷാൽ പാർവതി ദേവിക്ക് ശ്രീമഹാദേവൻ ഉപദേശിക്കുന്നതാണ് ഗുരുഗീത. അതിൽ യസ്യ സ്മരണമാത്രേണ ജ്ഞാനം ഉത്പദ്യതേ സ്വയം. ആ ഗുരുനാഥന്റെ മാഹാത്മ്യം പറയുന്നു, ഏതൊരാളിൻ്റെ സ്മരണ കൊണ്ട് ഉള്ളിൽ ജ്ഞാനം. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ എന്നർത്ഥം. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ജ്ഞാനമാകുന്ന ദീപം നൽകി ഇല്ലാതാക്കുന്നവൻ. അതുകൊണ്ട് എന്ത് വേണം? തസ്മാത് എന്ന് പറഞ്ഞാൽ ഒരു കൺക്ലൂഷനാണ്. അതുകൊണ്ട് ഉത്തമ ശ്രേയഃ ജിജ്ഞാസു. ഭഗവത്ഗീത 4 തരം ഭക്തന്മാരെ സൂചിപ്പിക്കും. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതിലൊന്നാണ് ജ്ഞാനി. ആർത്തനും അർത്ഥാർത്ഥിയും അതേ പരുവത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിയിരിക്കും.
ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ഇങ്ങനെ കറങ്ങുന്നത്. ജിജ്ഞാസു ജ്ഞാനിയോ അവർ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ജിജ്ഞാസു ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക. തത്വം അറിയാൻ ഉറപ്പിച്ച ആളിനെയാണ് ജ്ഞാനഗ്രാഹി. അവരെന്ത് വേണം? ഗുരും പ്രപദ്യേത, ഗുരുവിനെ ആശ്രയിക്കണം. ഒരു കടത്തുകാരനില്ലാതെ നദി കടക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ അല്ലേ? അതിനാണ് ടിപ്പിക്കൽ എക്സാമ്പിള് ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞു. സോത്തീർണാഖലു പാണ്ഡവൈരണ നദി കൈവർത്തക. കേശവൻ ചുരുണ്ട മുടിയുള്ളതുകൊണ്ട് മാത്രമല്ല കേശവനായത് എന്നാണ്. സഹസ്രനാമം ജപിക്കുന്നവർക്ക് ഓർമ്മിക്കാം, കേശവ കേശിഹ ഹരി. കേശിയെ കൊന്നുകൊണ്ടാണ് കേശവന് പേര് വന്നത്. ആർക്ക്? ഹരിക്ക്. 3 നാമങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതാണ്. കൈവർത്തക കേശവ. കൈപിടിച്ച് കടത്താനൊരു കടത്തുകാരൻ, ഒരു ഗുരു വേണം. ആ ഗുരു എങ്ങനെയായിരിക്കണം? ശാബ്ദേ ബ്രഹ്മണി പരേ ബ്രഹ്മണി നിഷ്ണാതം. ശാബ്ദേ ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മം വേദത്തെയാണ്. വേദത്തിൽ സമർത്ഥനായിരിക്കണം. പിന്നെയോ പരേ ബ്രഹ്മണി, ഇതാണ് ഉപനിഷത്തില് ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനും എന്ന് പറയുന്നത്. സ്തുതി വിധിപ്രകാരം ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചയാള് ആയിരിക്കണം. ആ ഗുരുവിന് അതുപോലെ പഠിച്ച ഒരു ഗുരു ഉണ്ടാവണം. അങ്ങനെ പരമ്പരയെ സൂചിപ്പിക്കുന്നു ആളിനെ. പിന്നെയോ ഉപശമാശ്രയം. ഗുരുവിൻ്റെ ലക്ഷണം എന്താണ്? ഈ അഗ്നി എരിഞ്ഞടങ്ങിക്കഴിയുമ്പോഴത്തെ ഒരു ഭാവമുണ്ട്, അതുപോലെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ ആര്? ഉത്തമശ്രേയ. ഉത്തമ ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ഭക്തൻ, ജിജ്ഞാസു. അപ്പോഴെന്ത് ചെയ്യും? ആ ഗുരു വേണ്ടതിനെ ഉപദേശിച്ചു തരും, കൈപിടിച്ച് നമ്മെ അക്കരെ കടത്തും. അതുകൊണ്ടൊരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ? 80-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ വാക്ക്. എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്, ഗുരോഹോ അനുഗ്രഹേണ ഏവാ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പുമാൻ പൂർണ്ണ പ്രശാന്തിയെ, ഒരുവൻ പൂർണ്ണ പ്രശാന്തിയെ, ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നത്. അതിവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ആയാൽ എന്താ ഗുണം? ജ്ഞാനനിഷ്ഠനാകാൻ കഴിയും. ആ ഗുരുവിൻ്റെ അത് ഭക്തി ഭാവത്തെ നന്നായിട്ട് കഴിയുമ്പം ഇതെല്ലാം ഉണ്ടാകും. ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിലെ 10, 11, 12 ശ്ലോകങ്ങളിൽ വളരെ വിശദമായിട്ട് അമാനിത്വം അദംഭിത്വം എന്ന് തുടങ്ങുന്ന ഭാഗത്ത് കാണാം. സമയമില്ല. പിന്നെ അന്ന് സൂചിപ്പിച്ചത് ശരിയായ ജിജ്ഞാസുവിന് ഒരുപക്ഷെ മറ്റ് പലയിടത്തും കാണാത്ത ഒന്നായിരിക്കാം. ഭാഗവത ശാസ്ത്രത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാവണം. അന്യശാസ്ത്രങ്ങളെ നിന്ദിക്കരുത്, ശ്രദ്ധിക്കരുത്. സംഭവിച്ച സത്യാനന്ദ സരസ്വതി സ്വാമി പറഞ്ഞാണ് കൊണ്ട് ഓർമ്മ വന്നത്. മറ്റ് മതങ്ങളെ മോശമാക്കുന്ന എന്തെങ്കിലും സനാതനധർമ്മത്തിൻ്റെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ അത് മാറ്റാമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉറപ്പ് പറയാമോ എന്ന് ചോദിച്ചുവെന്നും ആ ചോദ്യത്തോടു കൂടി സർവമത സമ്മേളനം മതിയാക്കിയെന്നുമൊക്കെ സ്വാമി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട്. ശ്രദ്ധിക്കണേ, ശ്രീമദ് ഭാഗവതത്തിലെ ഈ പറഞ്ഞ 4-ാമത്തെ അധ്യായത്തില് 26-ാമത്തെ ശ്ലോകത്തിലാണ് ഈ പറഞ്ഞത്. നോട്ട് ചെയ്ത് വെച്ചോണേ, എവിടെയെങ്കിലും വന്നാൽ പറയണം. ഞങ്ങളുടെ ഭാഗവതത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, അവനവൻ്റെ ശാസ്ത്രത്തിൽ. ബൈബിളിൽ വിശ്വസിക്കുന്നവർ എന്ത് വേണേ ആയിക്കോട്ടെ, പക്ഷെ മറ്റുള്ളതിനെ നിന്ദിക്കരുത്. ഇത് കപിലോപദേശത്തിലും വിശദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശ്വര ഭക്തനാണെന്ന് പറയും, മറ്റുള്ളവനെ നിന്ദിക്കാൻ കാരണം എന്താണ്? അയാളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. അയാൾക്ക് ആ വാക്കിന് പ്രവൃത്തിക്ക് എവിടുന്ന് ഊർജം കിട്ടി? ഞാൻ അതിലുള്ളതുകൊണ്ടല്ലേ. അപ്പൊ പരോക്ഷമായിട്ട് നിങ്ങൾ ആരെയാ നിന്ദിക്കുന്നത്? അങ്ങനെയുള്ളവന് ശാന്തി കിട്ടില്ല എന്ന് ഭഗവാൻ ഉറപ്പ് പറയും. ശ്രദ്ധിക്കൂ. പിന്നെന്ത് വേണം? ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കേൾക്കുക, കേൾപ്പിക്കുക. ശ്രവണം. പ്രഹ്ലാദൻ പറഞ്ഞല്ലേ, ശ്രവണം. സത്രം ഒക്കെ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഇത്രയും വലിയ ഒരുപാട് കസേരകളൊക്കെ ഇവിടെ നിരത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്രയും ആളുകൾ വന്നിരുന്ന് ശ്രവണം ചെയ്യാനാണ്. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കലല്ല, ഇംഗ്ലീഷ് പറയണം, ലിസണിങ് ആണ്, ഹിയറിങ് അല്ല, അല്ലേ? ശൃണു ശൃണു, ശ്രവണം ചെയ്യണം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ കീർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ആത്മനിവേദനം എന്ന അവസ്ഥയിലെത്തി. യദ്യത് കർമ്മകരോമി തത്തദഖിലം ശംഭോ തവ. ആ ഭാവത്തിലേക്ക് എത്താൻ കഴിയണം. ഭഗവാൻ തന്നെ അപ്പുറം കൃഷ്ണാത് പരം കിമപി തത്വമഹം നജ. ഈ ഭാവം നന്നായിട്ട് ഉറപ്പിക്കണം. പിന്നെ സത്സംഗം. സത്സംഗത്തിൽ എന്താ ഉണ്ടാവുക? തച്ചിന്തനം, തത്കഥനം, അന്യോന്യം തത് പ്രബോധനം. അവിടെ രാഷ്ട്രീയവും പറയില്ല, ക്രിക്കറ്റിൻ്റെ കാര്യം പറയില്ല, ആരുടെയും ദോഷം പറയില്ല, ഒന്നും. പിന്നെ എന്താ? തത് ചിന്തനം. തത് ത്വം അസി. തത് ഈശ്വരനെ തന്നെ ഇങ്ങനെ അക്കാര്യം മാത്രം ചിന്തിക്കുക. തത് ചിന്തനം, തത് കഥനം. ഹരിയോം ഹരിയോം. ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് ഡോക്ടർ അച്യുതൻകുട്ടി അവറുകൾ വേദിയിലെത്തിയിരിക്കുന്ന അടുത്ത പ്രഭാഷണത്തിന് വേണ്ടിയിട്ട്. ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തെ വീണ്ടും നമുക്ക് ഓർക്കാം. അപ്പം ഏതായാലും സർവം കൃഷ്ണമയം. ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും നമസ്കരിക്കുന്നതും ഒക്കെ കൃഷ്ണ 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 എന്ന് നല്ല ഉറപ്പ് വരണം. ആ ഭാവത്തിലെത്തിയ ഭക്തൻ്റെ പല ലക്ഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട് 5-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാരായണൻ എന്ന് ഒരു പേര് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ആ ഭഗവാന്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി പറഞ്ഞു തരണം. 5-ാമത്തെ ചോദ്യം. അതിന് പിപ്പലായനൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യത്സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. തത് അവേഹി, അതിനെ പരമമായ തത്വം, പരമമായ സത്യം, ബ്രഹ്മസത്യം ആയിട്ട് അറിയൂ. ഏത്? അസ്യ സ്ഥിത്യുദ്ഭവ പ്രളയഹേതു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ഹേതുവായിട്ട് അക്രൂരന്റെ സ്ഥിതിയിൽ ഇത് കാണാം. കാരണങ്ങൾക്കെല്ലാം ആധാരമായ പരമമായ കാരണം, അൺകോസ്ഡ് കോസ് അഥവാ കോസ്ലെസ് കോസ്. അതാണ് അല്ലേ? യഥോവായിമാനി ഭൂതാനി എന്നുള്ള ഉപനിഷത്ത് മന്ത്രം അത് തന്നെ സൂചിപ്പിക്കുന്നത്. ഏതൊരാധാരത്തിൽ നിന്നാണോ എല്ലാം ഉണ്ടായി വരുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ അനുഭവം. ഈ ഞാൻ എന്ന ചിന്ത എവിടുന്നാണ് ഉണരുന്നത്? രാവിലെ ഉണരുമ്പോൾ പണ്ട് ഗുരുദേവ് ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ഫസ്റ്റ് തോട്ട് കമ്മിങ് ടു യുവർ മൈൻഡ്? എന്താ ഫസ്റ്റ് തോട്ട്? ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഇതൊക്കെ ഉണരുകയുള്ളൂ. ഈ ഞാൻ എവിടുന്നാണ് ഉണരുന്നത്? ഏതൊരു ബോധത്തിൽ, അല്ലേ? ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കൊക്കെ സാക്ഷിയായിട്ട് നിന്ന ആ ബോധം, അതിൽ നിന്ന് അതിനെ അറിയണം. സ്വപ്ന ജാഗര സുഷുപ്തിഷു ഒരു മാറ്റമില്ലാതെ നിൽക്കുന്ന ചൈതന്യം, അതിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ സഞ്ജീവിതാനി ചരന്തി. എല്ലാ വ്യവഹാരങ്ങളും, അല്ലേ? ഭഗവാന് ഹൃഷികേശൻ എന്നൊരു പേരുണ്ട്. ഹൃഷികേശൻ എന്ന് പറഞ്ഞാൽ ഹൃഷീയങ്ങളുടെ ഈശൻ, ഇന്ദ്രിയങ്ങളുടെ ഈശൻ. ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനെ ഇങ്ങനെയൊക്കെ പറയാൻ നിവൃത്തിയുള്ളൂ. എന്തുകൊണ്ട്? സ്വരൂപ ലക്ഷണം കൊണ്ട് വിവരിക്കാൻ ആവുന്നതല്ല. എങ്കിലും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു. അടുത്ത 36-ാമത്തെ ശ്ലോകത്തിൽ നൈതൻ മനോവിശതി വാഗുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ജയധാനലമർച്ചിഷസ്യാഹ ശബ്ദോവി ബോധകനിഷേധയാത്മമൂലം അർത്ഥോക്തമാഹ എതിർതേന നിഷേധസിദ്ധി. ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ കണ്ണാകുന്നത്, അല്ലെ? ഉപനിഷത്തിലൊക്കെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും. ഏതെന്നുള്ളത് കൊണ്ടാണോ കണ്ണിന് കാണാൻ കഴിയുന്നത്,
എന്നാൽ ഏതൊന്നിനെ കണ്ണിന് കാണാൻ കഴിയുന്നില്ലയോ തദവേഹി. അതുകൊണ്ടാണ് പറയും ഉപനിഷത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്ന് ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും ബ്രഹ്മമല്ല എന്നർത്ഥം. ഇവിടെ അതിൻ്റെ ഒരു 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 ഡിസ്റ്റോർട്ടഡ് വേർഷൻ നല്ല അർത്ഥത്തിൽ സൂചിപ്പിച്ചു എന്നർത്ഥം. അതുകൊണ്ട് വാക്കുകൾക്ക് കൊണ്ട് വിശദീകരിക്കാനാവാത്ത എന്ന് അതേസമയം അല്ലേ കേവലാനുഭവാനന്ദ സ്വരൂപൻ എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അതാണ് അനുഭവിച്ചറിയേണ്ടതാണ് ഈ ചൈതന്യം. അതാണ് എൻ്റെ സ്വരൂപം. ദാറ്റ് ഈസ് മൈ റിയൽ നേച്ചർ, ട്രൂ നേച്ചർ, ഹയർ നേച്ചർ. ഇതാണ് ഉറപ്പിക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഞാനല്ലാത്ത ഞാനിനെയാണ് ഇപ്പോൾ ഞാനെന്ന് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ശരിയായ ഞാനിനെ അറിയുന്നതോട് കൂടിയാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ പാദത്തിൽ ശരിയായ ഭക്തി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ അന്ധകരണം, അവിടെ പിന്നെ സൂര്യതുല്യം ആത്മതത്വം ഇല്ലേ? പ്രതലം, കണ്ണാടിയിലെ പ്രതലം പൊടി പിടിച്ചിരുന്നാൽ എങ്ങനെ റിഫ്ലക്ഷൻ ശരിയാകുന്നില്ലയോ, അതുപോലെ മനസ്സിൽ പ്രതിഫലിക്കുന്നതാണ് ഈ സംസാരം, ദേഹബുദ്ധി. അതുകൊണ്ട് അന്ധകരണ ശുദ്ധി ആണ് പ്രധാനം. അപ്പോഴടുത്ത ആറാമത്തെ ചോദ്യം ചോദിച്ചു, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ കർമ്മവാസനകളെയൊക്കെ ശരിയാക്കുന്ന കർമ്മയോഗത്തെ ഉപദേശിച്ചു. കർമ്മമെല്ലാം കർമ്മയോഗമല്ല, പിന്നെ യോഗം എന്ന് പറയുമ്പം ആ പരമമായ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ കർമ്മത്തെ ഉപയോഗിക്കുമ്പോഴാണ് അത് കർമ്മയോഗമാകുന്നത്. ആവർഹോത്രൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറഞ്ഞത്. കർമാകർമ്മ വികർമ്മേതി, ഭഗവത്ഗീതയിലെ എക്സാക്ട്. കവയോപ്യവിമോഹിത എന്നൊക്കെ ഗീതയിൽ സൂചിപ്പിക്കുന്നത്. സ്വരൂപനിർണയം വളരെ പ്രയാസമാണ് എന്ന് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം. കർമ്മം എന്ന് പറഞ്ഞാൽ വേദം വിധിച്ചിട്ടുള്ള വിഹിതമായ കർമ്മങ്ങൾ. വികർമ്മം നിഷിദ്ധമായ കർമ്മങ്ങളെ ചെയ്യുക, അകർമ്മമോ വിഹിത കർമ്മങ്ങളെ ചെയ്യാതെ ഇരിക്കുക എന്നർത്ഥം. അതുകൊണ്ട് വേദം പരോക്ഷവാദമായിട്ടാണ് സൂചിപ്പിച്ചത്. ഭാഗവതത്തിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, രോചനാർത്ഥ ഫലശ്രുതി. കാണാൻ പോകുന്നു, കണ്ടിട്ടില്ല എന്ന്. രോചനാർത്ഥ ഫലശ്രുതി ഭഗവത്ഗീത സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും. പുഷ്പിതാം വാചം എന്നൊക്കെയാണ് പറയുന്നത്. പുഷ്പസമാനങ്ങളായ വാക്കുകളൊക്കെ പറഞ്ഞ ആളുകളെ ഈ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുക. അത് എന്തിനു വേണ്ടിയിട്ട്? കഴിഞ്ഞ ദിവസം രാജാര്യൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലഹരി കൊടുക്കണം. കുട്ടികളായിരിക്കുമ്പോഴേ ലഹരി കൊടുത്ത് പഠിപ്പിക്കണം. രാസലഹരി MD അല്ല, പിന്നെ ഭക്തിയുടെ ലഹരി. രാസലീലയല്ലേ നമ്മൾ കഴിഞ്ഞ കേട്ടത്? ശേഷാനന്ദ സ്വാമി, സംഭവിച്ച ശേഷാനന്ദ സ്വാമി ഭംഗിയായിട്ട് അല്ലേ പൂതനാമോക്ഷം മുതൽ രാസലീല വരെയുള്ളതിൻ്റെ തത്വമൊക്കെ സൂചിപ്പിച്ചു. സ്വാമിജിക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നെ അയച്ചു. ഇത് അതിൻ്റെ തത്വത്തോടു കൂടി ആ കഥ എത്ര അവരുടെയൊക്കെ പാദങ്ങളിൽ എത്ര നമസ്കരിച്ചാലാണ് മതിയാകുക എന്നാണ് ഇങ്ങനെ തന്നെ എഴുതിയത്. തത്വത്തോടു കൂടി നമ്മൾ അവസാനം രാസലീല വരെ. അപ്പം രാസലഹരി കൊടുക്കണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും. എങ്ങനെയൊന്നും പറയരുതേ അവിടെ രാസലഹരി ആയിരുന്നു ചർച്ച ചെയ്തത്, പ്ലീസ്. ഇവിടെ എന്താ രാസം? രസോ വൈ സഹ, രസാനാം രാജാ രാസഹ, പരമമായ രസം. പിബത ഭാഗവതം രസം, അത് തുടക്കത്തിലേ നമ്മൾ പഠിക്കുന്നില്ലേ ഇത്. അപ്പം അത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും വേറെ ലഹരി അന്വേഷിച്ച് പോകില്ല. കാരണം ലഹരി എന്നുള്ള വാക്കിൽ തന്നെ 2-3 അക്ഷരം എന്താണ്? ഹരി. ഹരി അതിലുണ്ട്. അപ്പം അതിൽ നിന്ന് ലാ അങ്ങോട്ട് മാറ്റിയാൽ ശരിയായ ഹരിയെ അത് കുട്ടികൾക്ക് പഠിക്കണം. ഇപ്പം കർമ്മത്തിൻ്റെ ഇതൊക്കെ സൂചിപ്പിച്ചു. അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിന. ഭാഗവതം തുടങ്ങിയപ്പോൾ നമ്മെ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ ഗൃഹമേധി ഒക്കെ നമുക്ക് ഇതിലൊക്കെ വലിയ അമിതമായ താല്പര്യം വരുന്നത്? അപശ്യതാം ആത്മതത്വം. ആത്മതത്വം അറിയാത്ത എന്താ ആത്മതത്വം? പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ. അതുതന്നെയാണ് എൻ്റെ സ്വരൂപം. ദാറ്റ് ഈസ് മൈ റിയൽ നേച്ചർ. അഹം ബ്രഹ്മാസ്മി എന്ന് ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശം. അപ്പൊ ശ്രീ പരീക്ഷത്തിന് ഇത്രയും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥം.
പിന്നെ ഏഴാമത്തെ ചോദ്യം, ഭഗവാൻ എന്തൊക്കെ രൂപങ്ങൾ സ്വീകരിച്ചു, എന്തൊക്കെ കർമ്മങ്ങൾ സൃഷ്ടിച്ചു. അത് വിശദമായിട്ട് അവതാരങ്ങളുടെ ഒരു സമ്മറി അത് നമ്മളിവിടെ കേട്ട് പഠിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ അവതാര കഥകളെ സൂചിപ്പിച്ചു. എട്ടാമത്തെ ചോദ്യം, കാമാതിവൃത്തികൾ അടങ്ങാതിരിക്കുന്നു അവരുടെ, ഇത് പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്, കാവ്യത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എന്നർത്ഥം. അവിടെ ഭഗവാനെ ധ്യാനിക്കേണ്ട കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് സൂചിപ്പിച്ചു എന്നർത്ഥം. അവിടെ ഉപയോഗിച്ച ഒരു വാക്ക് തന്നെ, വാസുദേവ പരാങ്മുഖരായവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ട് മനസ്സ് വാസുദേവ സർവമിതി, ആ ഭാവത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. പിന്നെ ഓരോ യുഗങ്ങളിലുള്ള ഭഗവാന്റെ വർണ്ണന. ഒമ്പതാമത്തെ ചോദ്യം അതാണ്, ഏതേത് യുഗത്തിൽ ഏതേത് വിധം ഭഗവാനെ പൂജിപ്പിക്കണം. അത് അവസാനത്തെ കലിയുഗത്തിലെ മാത്രം സൂചിപ്പിക്കുന്ന രണ്ട് ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുദം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതബാലഭവാപ്തിബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. കൃഷ്ണാവതാരം അതുപോലെ രാമാവതാരത്തെ സ്തുതിക്കുന്നു. ത്യക്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസായതഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമിതമായ വാത്സല്യം, കാരുണ്യം, സദ്ഗുരുനാഥൻ്റെ അനുഗ്രഹം ഈ വർഷവും, ഈ വർഷം എന്ന് പറയാൻ പാടില്ല, ഇപ്പം വർഷത്തിൽ ഒന്നിൽ കൂടുതൽ വരുന്നത് കൊണ്ട് വർഷമല്ല, ഈ സത്രത്തിലും പങ്കെടുക്കാൻ ഭഗവാന്റെ കാരുണ്യം, സത്രസമിതി പ്രവർത്തകർ കാണിക്കുന്ന സന്മനസ്, ഇതിൻ്റെ എല്ലാം മുമ്പിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. അതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകളെ ചിന്മയ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ചിന്മയായേതി സമർപ്പയാമി. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീവല്ലഭാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ചിന്മയാഖില ഗുരോ ഭഗവൻ നമസ്തേ.